ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അവിടെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണുള്ളതെങ്കിൽ നമുക്ക് ഈ ചെങ്കലിന്റെ പൊടി രൂപത്തില് ഒരു ചട്ടി, അതായത് നമ്മുടെ ഈ സിമെന്റ് ഒക്കെ കൂട്ടൂലേ, സിമെന്റ് കൂട്ടാൻ ചട്ടി, അതെടുക്കണം. അതിൽ ഉണങ്ങിയ ചെങ്കൽ പൊടി ഒരു ചട്ടി എടുക്കണം. ഞാനൊരു മിശ്രിതം റെഡിയാക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോ അവിടെ ചെങ്കൽ പ്രദേശങ്ങളിൽ ചിലപ്പോ നമുക്ക് ഈ ഗ്രോ ബാഗോ അല്ലെങ്കിൽ ചെടിച്ചട്ടികളോ ഒന്നും ഉണ്ടാവില്ലായിരിക്കും. മണ്ണിൽ തന്നെ ആയിരിക്കും കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാര് ഏത് ചെടിയാണോ നടാൻ, മുളകോ തക്കാളിയോ വെണ്ടയ്ക്കയോ വഴുതനങ്ങയോ അല്ലെങ്കിൽ പീച്ചിങ്ങയോ പയറോ അങ്ങനെ ഉള്ള കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു അര അടി വീതിയിൽ നീട്ടത്തില് ഒരു തോട് എടുക്കുക. ഒരു അരയടി താഴ്ചയായിട്ടുള്ള തോടെടുക്കുക. അരയടി വീതിയിൽ രണ്ട് സൈഡിലേക്കും മണ്ണ് പകഞ്ഞു വെക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു ചട്ടി ഉണങ്ങിയ ചെങ്കൽപ്പൊടി എടുക്കുക. അതൊരു വലിയ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് എടുത്തിട്ട് അതിനകത്തേക്ക് ഇടുക. ഒരു ചട്ടി ഉണങ്ങിയ ചാണകം എടുക്കുക. ഒരു ചട്ടി വേപ്പും പിണ്ണാക്ക്, ഈ വേപ്പും പിണ്ണാക്ക് ഇങ്ങനെ കുതിർത്തിയെടുത്താലും മതി. അതൊരു ചട്ടി എടുക്കുക. ഒരു ചട്ടി കപ്പലണ്ടി പിണ്ണാക്ക് എടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു ചട്ടി മണ്ണും കൂടി, ഈ ചെങ്കൽപ്പൊടി, ഇത് ചെങ്കൽ പ്രദേശത്തുള്ളവർക്ക് വേണ്ടി പറയുന്നതാണ്. ഒരു ചട്ടി ചെങ്കൽ പൊടി എടുക്കുക. അതിനകത്തേക്ക് സ്പൂൺ ഉണ്ടല്ലോ, 1.5 സ്പൂൺ ഗാർഡൻ ഗോൾഡിന്റെ, ഗാർഡൻ ഗോൾഡ് പോട്ടെ, ഹരിത സഞ്ജീവിനി. ഹരിത സഞ്ജീവനിയില് 4 പാക്കറ്റുകളുണ്ട്. 250 ഗ്രാം ഹരിത സഞ്ജീവനിയില് 4 പാക്കറ്റുകളുണ്ട്. ഞാൻ കുറച്ചു മുമ്പ് വരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരുടെയും മനസ്സിലിങ്ങനെ ഓർമ്മ നിൽക്കണം, മറന്നു പോകരുത്. ഹരിത സഞ്ജീവിനി 4 പാക്കറ്റ് ഉണ്ട്. അത് ടോട്ടൽ ഗ്രാം 250 ഗ്രാമാണ്. ഓരോ പാക്കറ്റുമേ 1, 2, 3, 4 എന്ന് എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ പാക്കറ്റ് മണ്ണിലും, രണ്ടാമത്തെ പാക്കറ്റ് ഇലയിലും, മൂന്നാമത്തെ പാക്കറ്റ് പൂക്കളിലും, നാലാമത്തെ പാക്കറ്റ് കായ്ഫലത്തിലും ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോ നമുക്ക് 250 ഏക്കർ ഇല്ല, നമുക്ക് വളരെ കുറച്ച് സ്ഥലമുള്ളൂ. നമുക്ക് നല്ല ഓർഗാനിക് പച്ചക്കറികൾ വേണം. ഇത് ഇസ്രായേൽ ടെക്നോളജിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന, മണ്ണിലെ ജൈവ പുഷ്ടിയെ നഷ്ടപ്പെടുത്താതെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ഹരിത സഞ്ജീവിനി. അതില് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വലിയ പ്ലാസ്റ്റിക് ഷീറ്റിൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇട്ടു. ഒരു ചട്ടി ഉണങ്ങിയ ചെങ്കൽപ്പൊടി നമ്മൾ ഒരു ചട്ടിയിൽ മാറ്റി വേറെ വച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1.5 സ്പൂൺ ഒന്നാമത്തെ പാക്കറ്റിൽ നിന്നുള്ള അത് പൊട്ടിച്ച് അതിനകത്ത് മിക്സ് ചെയ്യണം. വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര കറുപ്പ് ടാറ് പോലെയായി പോകും. അതുകൊണ്ടാണ് ഉണങ്ങിയ ചെങ്കൽപ്പൊടി വേണം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് ചെങ്കൽ പ്രദേശത്തുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഉണങ്ങിയ ചെങ്കൽപ്പൊടിയിൽ ഒന്നാമത്തെ പാക്കറ്റിൽ 1.5 സ്പൂൺ പൊട്ടിച്ച് നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. അത് മിക്സ് ചെയ്യുമ്പോൾ
ഒട്ടും തന്നെ ഈർപ്പം ഉണ്ടാവരുത്, വെള്ളത്തിന്റെ അംശം ഉണ്ടാവരുത്. നല്ലതുപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ ഒരു ചട്ടി മണ്ണ്, അല്ല, ഈ ചെങ്കൽപ്പൊടി, വേപ്പും പിണ്ണാക്ക്, കപ്പല്ലി പിണ്ണാക്ക്, ചാണകപ്പൊടിയെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ നമ്മുടെ സിമെന്റും ചരലും മിക്സ് ചെയ്യണ പോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ ഒരു ചട്ടി ഒരു ചട്ടി ഹരിത സഞ്ജീവനിയിലെ ഒന്നാമത്തെ പാക്കറ്റ് പൊട്ടിച്ച് നമ്മൾ 1.5 സ്പൂൺ മിക്സ് ചെയ്ത് ഒരു ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് ഈ ഷീറ്റിലേക്ക് നമ്മൾ ചാണകപ്പൊടിയും കപ്പലിൻ്റെ പിണ്ണാക്കിൻ്റെ പൊടിയും വേപ്പും പിണ്ണാക്കിൻ്റെ പൊടിയും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള അതിനകത്തേക്ക് നമ്മൾ ഈ ചട്ടിയും കൂടി മിക്സ് ചെയ്യും. ഹരിത സഞ്ജീവനിയുടെ ഒന്നാമത്തെ പാക്കറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് നല്ലതുപോലെ മിക്സ് ചെയ്യും. അപ്പൊ ഈ കപ്പല്ലി പിണ്ണാക്കൊക്കെ നനഞ്ഞതല്ലേ കുതിർത്തിയതല്ലേ എന്നുള്ളൊരു ധാരണ വരും. അതിനൊരു എളുപ്പ വഴിയുണ്ട്. നമ്മളൊരു 5 കിലോ കപ്പല്ലി പിണ്ണാക്കും 5 കിലോ വേപ്പും പിണ്ണാക്കും മേടിക്കുക. ഇത് ഒക്കെ പൊടിച്ചു തരുന്ന, മില്ലിൽ പൊടിച്ചു തരുന്ന സ്ഥലങ്ങളുണ്ടാവും. അവിടെ കൊണ്ടുപോയി ഇത് പൊടിച്ചിട്ട് നമ്മളൊരു വലിയ പ്ലാസ്റ്റിക്കിൽ ആക്കി വെച്ചിട്ട് വീട്ടിൽ വയ്ക്കുക. ഈ ഒരു കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് നമ്മൾ ഒരു ചട്ടി എടുത്തിട്ട് ഇപ്പൊ ഈ പറഞ്ഞ കൂട്ടിലേക്ക് അത് രണ്ടും കൂടി ഇട്ടാൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊക്കെ കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മണ്ണിൽ ചെയ്തിരിക്കുന്ന ചെങ്കൽ പ്രദേശത്ത് നമ്മളിപ്പോ ഈ അര അടി വീതിയിലും 1/2 അടി താഴ്ചയിലും നമ്മളിത് ചെയ്തിട്ടുണ്ടല്ലോ, ഒരു വാരം എടുത്തിട്ടുണ്ടല്ലോ. അതിൽ ഈ സാധനം കൊണ്ട് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് ശേഷം നല്ല വിത്തുകൾ അതിൻ്റെ മുകളിൽ ആവുക. നല്ല വിത്തുകൾ കിട്ടിയില്ല എങ്കിൽ നമ്മൾ വീടിനടുത്തുള്ള നല്ല കൃഷിഭവനിലൊക്കെ നല്ല തൈകൾ കിട്ടും. ആ തൈകൾ അതിനകത്ത് നട്ടുപിടിപ്പിക്കുക. എന്നിട്ട് വെള്ളം കുറേശ്ശെ ഇങ്ങനെ ആദ്യത്തെ പ്രാവശ്യം വെള്ളം നല്ലോണം ഒഴിക്കുക. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം മുതൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ മതി. അപ്പൊ നമ്മളെ ആ തൈ ഇങ്ങനെ വളർന്ന് പുതിയ ഇലകളൊക്കെ കിളിർത്തു. പുതിയ ഇല കിളിർത്ത് കഴിഞ്ഞപ്പോൾ ആ ഇലകളിൽ ഹരിതകം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ചെടികൾക്ക് ഭക്ഷണം പാകം ചെയ്യാനായിട്ടുള്ള സംവിധാനം. അത് നല്ലതുപോലെ ഉണ്ടാവുകയും വേണം. ചെടികളുടെ ഇലകളിൽ നല്ല ജലാംശവും വേണം. അപ്പൊ അത് ഉണ്ടാവാൻ വേണ്ടി, ചെടികളുടെ ഇലകളിലേക്ക് നല്ല ജലാംശം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത്തെ പാക്കറ്റ് പൊട്ടിക്കണം. ഏത് ഹരിത സഞ്ജീവനിയില് രണ്ടാമത്തെ പാക്കറ്റ് പൊട്ടിക്കണം. അതിൽ 1 ഗ്രാം എടുക്കണം. 1 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യണം. 1 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യാൻ പോകുന്ന കുപ്പിമേ നമ്പർ 1 എന്ന് എഴുതി ഒട്ടിക്കോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആ കുപ്പി തിരിച്ചറിയണം 1-ാം നമ്പർ കുപ്പിയാണെന്നുള്ളത്. എന്നിട്ട് ചെടികളുടെ ഇലകളിലേക്ക് നല്ലതുപോലെ സ്പ്രേ ചെയ്യുക. ആഴ്ചയിൽ 2 പ്രാവശ്യം സ്പ്രേ ചെയ്യുക. കാരണം പുതിയ ഇലകളൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ 1-ാം നമ്പർ സ്പ്രേ ചെയ്യുക. ഇതിങ്ങനെ ചെടി വളർന്ന് നല്ല ആരോഗ്യമുള്ള ഇലകളും നല്ല ഭംഗി ഉള്ള ഇലകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ തഴച്ചു വളർന്ന് ഇതങ്ങോട്ട് വരും. അപ്പൊ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നായിരിക്കും ചോദിക്കുന്നത്. കാരണം എൻ്റെ വീട്ടിൽ ഞാനൊരു പടവലം നട്ടിരുന്നു ഈ ഹരിത സഞ്ജീവനിയിൽ. ഇപ്പോഴല്ല, കുറച്ച് നാള് മുമ്പ്. ആ പടവലങ്ങ ഭ്രാന്തെടുത്ത പോലെ ആയിപ്പോയി.
ഈ നാട്ടിൽ ആർക്കും പടവലങ്ങ വേണ്ടാണ്ടായി, കടക്കാർക്ക് പോലും വേണ്ടാണ്ടായി, അതുപോലെ പടവലങ്ങ ഉണ്ടായി. ഈ ഒരൊറ്റ ഹരിത സഞ്ജീവനിയിലാണ് ഞാൻ ഈ പറഞ്ഞ സിസ്റ്റത്തെ കൂടി ചെയ്തത്. ഞാൻ ചെയ്ത എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അതുപോലെ ഈ ഇലകളിൽ നമ്മൾ ഒന്നാമത്തെ പാക്കറ്റ് സ്പ്രേ ചെയ്ത് ഇലകളിൽ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പൂക്കൾ വന്നു. സാധാരണ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോകും. അപ്പൊ ഈ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി, പൂക്കൾ ആരോഗ്യത്തോടു കൂടി നിൽക്കാൻ വേണ്ടിയിട്ടും നമ്മൾ രണ്ടാമത്തെ പാക്കറ്റ് അല്ല മൂന്നാമത്തെ പാക്കറ്റ് പൊട്ടിച്ചു കേട്ടാ. മൂന്നാമത്തെ പാക്കറ്റ് പൊട്ടിച്ചു. അതിൽ 1 ഗ്രാം എടുത്തു, 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തു. നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കലക്കി. 1 ഗ്രാം മൂന്നാമത്തെ പാക്കറ്റിൽ നിന്ന് എടുത്തു, 1 ലിറ്റർ വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ പൂക്കളിൽ സ്പ്രേ ചെയ്തു. അതും ആഴ്ചയിൽ 2 ദിവസം സ്പ്രേ ചെയ്യുക. അപ്പൊ പൂക്കളൊക്കെ നല്ല ആരോഗ്യമുള്ളതും ഭംഗിയുള്ളതായിട്ട് മാറും. അങ്ങനെ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ പയറിടാൻ പറ്റിയ സമയമാണ് പയറ്. അപ്പൊ ഈ പയറിന്റെ വിത്ത് ഇടുന്നതിന് മുമ്പ് ഈ പറഞ്ഞ സംഭവം നിങ്ങൾ ഹരിത സഞ്ജീവനിയിൽ വേണമെങ്കിൽ ചെയ്തു വെക്കും. ഇഷ്ടം പോലെ പയർ. അപ്പൊ നമ്മള് ഈ പയറിന്റെ പൂക്കൾ ഇപ്പൊ ഈ നമ്മൾ നട്ട ചെടിയുടെ ഇലകളിൽ സ്പ്രേ ചെയ്തു. പിന്നെ പൂക്കളിൽ നമ്മൾ മൂന്നാമത്തെ നല്ലോണം സ്പ്രേ ചെയ്തു. നല്ല ആരോഗ്യമുള്ള പൂക്കളായിട്ട് മാറി. അങ്ങനെ ആ പൂക്കള് നിരവധി ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടായാൽ അതെല്ലാം കായ്ഫലത്തിലേക്ക് കിടക്കുന്നു. കായായിട്ട് മാറണം. കായായിട്ട് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നാലാമത്തെ പാക്കറ്റ് പൊട്ടിക്കും. നാലാമത്തെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതും ഇതുപോലെ 1 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ നല്ലതുപോലെ സ്പ്രേ ചെയ്യുക. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചേക്കണം, നമ്മൾ ഓരോ പാക്കറ്റ് പൊട്ടിക്കുമ്പോഴും ഓരോ കുപ്പിയിൽ കലക്കുമ്പോഴും ആ കുപ്പിയുമെല്ലാം നമ്പർ ഇട്ടേക്കണം. മാറിപ്പോകരുത് ഏത് സാധനമാണെന്നുള്ളത്. മാറിപ്പോയിന്ന് വെച്ച് കുഴപ്പമില്ല, എന്നാലും നമുക്ക് നമ്മളെ ഫലം കിട്ടുന്ന ആ പോയിന്റിലേക്കാണ് നമ്മൾ. ഒരു കമ്പി വെൽഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്പോട്ടിൽ നോക്കിയാണ് വെൽഡ് ചെയ്യുള്ളൂ, വല്ലയിടത്തും കൊണ്ട് വെൽഡ് ചെയ്യില്ല എന്ന് പറയുന്നത് പോലെ. നാലാമത്തെ പാക്കറ്റ് പൊട്ടിച്ച് ആ നാലാമത്തത് എന്തിനു വേണ്ടിയാണ്? കായിന് വേണ്ടിയാണ്. അപ്പൊ ആ കായിലേക്ക് നോക്കി നമ്മൾ ഇത് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നാലാമത്തെ പാക്കറ്റ് 1 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ കായ്ഫലങ്ങളിലേക്ക് സ്പ്രേ ചെയ്യാം. അതും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്യാം. അപ്പൊ അവിടെ കായിൽ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ കായില് മറ്റേ കീടങ്ങള്, അണുക്കള് അല്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അതിനെ ആക്രമിക്കില്ല. വേറെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല തുടുത്ത കായ്ഫലങ്ങള് ഉണ്ടാവും. നല്ല ഓർഗാനിക് ആയിട്ടുള്ളത് ഉണ്ടാവും. അതുപോലെ തന്നെ വെള്ളം നമ്മൾ ചെടിക്ക് ഒഴിച്ചു കൊടുത്തോണ്ട് ഇരിക്കണം. ചെടി കൂടുതൽ മണ്ണില് ജൈവാണുക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടും എന്നാൽ അവിടെ മറ്റ് കീടാണുക്കൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ വേപ്പും പിണ്ണാക്ക് മിക്സ് ചെയ്തത്. പിന്നെ വേരുകൾ ആഴത്തിലേക്ക് ഇറങ്ങാനും നല്ല ഇത് തഴച്ചു വളരാനും കൂടി വേണ്ടിയിട്ട് നമ്മുടെ ഇതിന് വേണ്ടിയിട്ടാണ് കപ്പലിന്റെ പിണ്ണാക്കും കൂടി മിക്സ് ചെയ്ത് നമ്മൾ അതിനകത്ത് അത് ആ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ട്രീറ്റ്മെന്റും കൂടി ചെയ്ത് കഴിയുമ്പോൾ മറ്റ് ചെടികളെ അപേക്ഷിച്ച് നല്ല വളർച്ചയും നല്ല ഭംഗിയുള്ളതുണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ വീട്ടില് കൃഷികൾക്ക് ഉപയോഗിക്കാം. അത് തന്നെ പൂഴിമണ്ണുള്ള സ്ഥലത്ത് ചെങ്കൽപ്പൊടി ഇല്ലാത്ത ആൾക്കാർ ഇപ്പൊ പറവൂര് ഭാഗങ്ങളിലൊക്കെ ഉള്ളവര് ഗ്രോ ബാഗും ചട്ടിയിലും ഒക്കെ നടുന്ന ആൾക്കാർ ഉണങ്ങിയ മണ്ണിൽ വേണം ഈ ട്രീറ്റ്മെന്റ് മണ്ണിൽ വേണം നമ്മൾ ഒന്നാമത്തെ ഹരിത സഞ്ജീവനിയുടെ പാക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ മിക്സ് ചെയ്യാൻ. നനഞ്ഞതിനകത്തേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ടാറ് പോലെയാവും മണ്ണ്. നല്ല കരി, അത് എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതാണ്
ഹരിത സഞ്ജീവനിയുടെ ചെറിയൊരു ഇതിനെക്കുറിച്ച് ഇന്ന് കൂടുതൽ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ ഇന്ന് കിട്ടും. പിന്നെ ഗാർഡൻ ഗോൾഡ് അറിയാലോ. ഒട്ടും സൗകര്യമില്ലാത്ത വീടുകളിൽ പോലും ടെറസിലോ ബാൽക്കണിയിലോ മുറ്റത്തോ ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലും അത്യാവശ്യം വേണ്ടുന്ന പച്ചക്കറികൾ പൂർണ്ണമായും ജൈവികമായി കൃഷി ചെയ്തുണ്ടാക്കാൻ സഹായിക്കുന്ന അതിവിശിഷ്ടമായ ഉൽപ്പന്നമാണ് ഗാർഡൻ ഗോൾഡ്. 2009 മുതൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന RCM ഹരിത സഞ്ജീവനിയും അനുബന്ധ ജൈവ കാർഷിക വിള വർത്തക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷിയിലൂടെ ഇന്ത്യയിൽ ഉടനീളം ധാരാളം കർഷകർക്ക് വിളവർദ്ധനവും കൃഷി ചെലവിൽ കുറവും നേടിക്കൊടുത്തിട്ടുണ്ട്. ഈ ശ്രേണിയിലെ പുതിയ കണ്ടുപിടുത്തമാണ് ഗാർഡൻ ഗോൾഡ്. പ്രകൃതിദത്തമായ ഘടകങ്ങളിൽ നിന്നുണ്ടാക്കുന്ന ഓർഗാനിക് ഉൽപ്പന്നമായതിനാൽ ഗാർഡൻ ഗോൾഡ് പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും ഒരു തരത്തിലുള്ള ദോഷവും ഉണ്ടാക്കുന്നില്ല. ഗാർഡൻ ഗോൾഡ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങൾ: മണ്ണിൽ ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കുന്നു, മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു, തൽഫലമായി ചെടിയുടെ വേര് സമൃദ്ധമായി വളരുന്നു, മണ്ണിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാൻ ചെടിയെ സഹായിക്കുകയും ഉപകാരികളായ അണുക്കളെ സാന്നിധ്യം മണ്ണിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ചെടി പുഷ്ടിയായി വളരുന്നു, ഇലകൾക്ക് പച്ചപ്പും ആകൃതിയും വലിപ്പവും കൂടുന്നു, പൂക്കളും ഇലകളും കൊഴിയുന്നതിന് തടയുന്നതിലൂടെ നല്ല ആകൃതിയും വലിപ്പവുമുള്ള കായ്ഫലങ്ങൾ കൂടുതൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ചെടികൾക്ക് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു. ഗാർഡൻ ഗോൾഡ് പ്രയോഗ രീതി: ചെടിയുടെ വലിപ്പവും ആയുസ്സും അനുസരിച്ച് 50 മുതൽ 100 ഗ്രാം വരെ ഓരോ ചെടിക്കും 1-2 മാസം ഇടവിട്ട് പ്രയോഗിക്കുക. മറ്റേത് വളത്തോടൊപ്പവും കലർത്തിയും ഇത് ഉപയോഗിക്കാം. ഓക്കെ, ഈ ഒരു ഫ്രൂട്ട് സ്പെഷ്യൽ എന്നും പറഞ്ഞിട്ട് ഒരു ഹരിത സഞ്ജീവനി വിഭാഗത്തിൽ ഒരെണ്ണമുണ്ട്, ഫ്രൂട്ട് സ്പെഷ്യൽ. അതെന്താണെന്ന് നോക്കാം. എല്ലാ പഴവർഗ്ഗങ്ങളുടെയും ആവശ്യകത കണക്കിലെടുത്ത് നൂതന സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ചെടുത്ത ഉൽപ്പന്നമാണിത്. ചെടികളിൽ യഥാസമയം ആവശ്യമായ പോഷക ഘടകങ്ങൾ കൃത്യമായ അളവിൽ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ശ്രദ്ധാപൂർവം വികസിപ്പിച്ചെടുത്ത 100% ജൈവ ഘടകങ്ങൾ അടങ്ങിയതും പൂർണ്ണമായി വെള്ളത്തിൽ ലയിക്കുന്നതുമാണ്. അപ്പൊ ഇത് ഈ ഫ്രൂട്ട്സ് സ്പെഷ്യൽ എവിടേക്ക് ഉപയോഗിക്കാം അതാണ് നമുക്ക് നോക്കേണ്ടത്. മാവ്, നാരകം, പപ്പായ, നെല്ലി, സപ്പോട്ട, പുളി, കശുമാവ്, തെങ്ങ് തുടങ്ങി എല്ലാത്തരം വൃക്ഷങ്ങൾക്കും കൂടുതൽ ഫലപ്രദമാണ്. ജൈവ ഉൽപ്പന്നമായതിനാൽ പക്ഷി മൃഗാദികൾക്കും മനുഷ്യർക്കും പ്രകൃതിക്കും യാതൊരു ദോഷവും ഉണ്ടാക്കുന്നില്ല. ബോഡോ മിശ്രിതമോ മറ്റ് ക്ഷാരപദാർത്ഥങ്ങളോ ചേർത്ത് ഉപയോഗിക്കാൻ പാടില്ല. മറ്റേതു തരം ലായനിയോടും ചേർത്ത് സ്പ്രേ ചെയ്യാവുന്നതാണ്. പിന്നെ മരത്തിന്റെ ചുവട്ടിൽ ഒഴിക്കാവുന്ന 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം പൊടി എന്ന കണക്കിൽ പ്രയോഗിക്കാം. ചെറിയ പവർ സ്പ്രേയറിൽ 1 ലിറ്ററിന് 2 ഗ്രാമും മറ്റ് വലിയ തരം പമ്പുകളാണെങ്കിൽ 1 ഗ്രാം 1 ലിറ്ററിന് എന്ന തോതിലും തളിക്കേണ്ടതാണ്. ലായനി തയ്യാറാക്കുമ്പോൾ സ്പ്രേ മാക്സ് എന്നും പറഞ്ഞിട്ടൊരു സാധനമുണ്ട് ഈ ഹരിത സഞ്ജീവനി വിഭാഗത്തില്. അതിനെക്കുറിച്ച് എന്താണെന്ന് പറഞ്ഞുതരാം. സ്പ്രേ മാക്സ് 85 1 ലിറ്ററിന് 1 മില്ലി എന്ന കണക്കിൽ കലർത്തേണ്ടതാണ്. രാവിലെ 11 മണിക്ക് മുമ്പോ വൈകിട്ട് 5 മണിക്ക് ശേഷമോ സ്പ്രേ ചെയ്യുന്നതാണ് ഉത്തമം. ഇപ്പൊ മാവ്, തെങ്ങ് അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റില്ല. തെങ്ങിന്റെ മുകളിൽ കൊണ്ടുപോയി സ്പ്രേ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മളിത് ഒരു ബക്കറ്റില് വെള്ളത്തിൽ ഇത് കലക്കിയിട്ട് കടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത് സ്പ്രേ മാക്സ് എന്താന്ന് നോക്കാം, അതിന്റെ കൂടെ മിക്സ് ചെയ്തത്.
പലതരം സ്പ്രേകൾ ഇന്ന് കൃഷിക്കാർ സാർവത്രികമായി ഉപയോഗിക്കുന്നു. സ്പ്രേകൾ കൂടുതലും വെള്ളത്തിൽ കലർത്തിയാണ് പ്രയോഗിക്കുന്നത്. വെള്ളത്തിന് പ്രതല ബലം കുറവായതുകൊണ്ട് പെട്ടെന്ന് പരന്ന് വ്യാപിക്കുന്നില്ല. ഇലകളുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാക്കി സ്പ്രേ കൂടുതൽ ഫലപ്രദമാക്കാൻ അതിനൂതന സാങ്കേതിക വിദ്യയിൽ തയ്യാറാക്കിയ സ്പ്രേമാക്സ് 85 സഹായകരമാണ്. ലായനിയുടെ പ്രതലബലം കുറച്ച് വളരെ വേഗം പരക്കാൻ സഹായിക്കുന്നു. തന്മൂലം ഇലയിൽ എല്ലായിടത്തും ഒരേപോലെ ആകുന്നു. ഇലയിൽ ദ്രാവകം ഒട്ടിപ്പിടിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ ഒഴുകിപ്പോകുന്ന നഷ്ടം ലഘൂകരിക്കാൻ കഴിയുന്നു. അതായത് ഈ ഇലകളില് ഇങ്ങനെ ഈ ഇലകളിൽ ധാരാളം ജലത്തിന്റെ അംശമുണ്ട്. അപ്പൊ അത് ഇങ്ങനെ വറ്റി പോകാതിരിക്കാൻ, നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്പ്രേ മാക്സ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. ഇലയുടെ ക്യൂട്ടിക്കൽ പ്രതിരോധിക്കുന്ന താൽക്കാലികമായി ക്യൂട്ടിക്കലിനെ സുതാര്യമാക്കി ദ്രാവകം ഉള്ളിൽ കടക്കാൻ സഹായിക്കുക വഴി സ്പ്രേ മാക്സ് നല്ല ഫലം ഉണ്ടാകാൻ ഇടയാകുന്നു. ഡ്രിഫ്റ്റ് കൺട്രോൾ ഏജന്റ് ആണ് സ്പ്രേ മാക്സ്. സ്പ്രേ ചെയ്യുമ്പോൾ തീരെ ചെറിയ കണികളായും കുറെ തുള്ളികളായും വീണ് നഷ്ടമുണ്ടാകാറുണ്ട്. എന്നാൽ സ്പ്രേ മാക്സ് 85 കലർത്തുമ്പോൾ ഈ രണ്ട് തരത്തിലുള്ള നഷ്ടവും ലഘൂകരിച്ച് ദ്രാവകത്തിന്റെ അളവിൽ ഗണ്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയും. ഏത് തരം ദ്രാവകത്തോടൊപ്പം പ്രതിപ്രവർത്തിക്കാതെ നിലനിൽക്കുന്നു. ഹരിത സഞ്ജീവിനി 2, 3, 4 കാലഘട്ടം ഉപയോഗിക്കുമ്പോൾ 100 ലിറ്ററിന് 50 മില്ലി ചേർക്കാം. ഇപ്പൊ ഈ നമ്മൾ നേരത്തെ ഹരിത സഞ്ജീവിനിയുടെ 4 പാക്കറ്റ് പറഞ്ഞില്ലേ, അതിൽ 2, 3, 4 സ്പ്രേ ചെയ്യണില്ലേ, അതിന്റെ കൂടെ ഈ സ്പ്രേ മാക്സ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഉപയോഗിക്കാൻ വേണമെങ്കിൽ കേട്ടാ. ഓക്കെ, ഈ വലിയ കൃഷിക്കാർക്ക് ഇതിനെ കുറിച്ച് മനസ്സിലാവുള്ളൂ. ചെറിയ കൃഷിക്കാർക്ക് ഈ രണ്ട് കാര്യം, ഇപ്പൊ വീടുകളിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ ഹരിത സഞ്ജീവനിയും ഗാർഡൻ ഗോൾഡും ഉപയോഗിക്കണം. അപ്പൊ വലിയ കൃഷിക്കാരൊക്കെ നമ്മുടെ മുന്നിൽ വന്ന് പെട്ടാൽ, നെൽകൃഷിക്കാര്, അതുപോലെ ഏലം കൃഷിക്കാര്, കരിമ്പ് കൃഷിക്കാര്, ഇങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ നമ്മുടെ മുന്നിൽ വന്ന് പെട്ടാൽ അവരൊക്കെ ഈ ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു വലിയ സംഭവമാണിത്. അതോടൊപ്പം തന്നെ ഭയങ്കര വോളിയം കിട്ടുന്ന ഒരു സംഭവമാണിത്. സാധാരണ നിത്യോപയോഗ മേടിക്കുന്ന വോളിയത്തിന്റെ ഒക്കെ 10 ഇരട്ടി വോളിയം കിട്ടും. ഒരു വലിയ കൃഷിത്തോട്ടങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാര്, അതുപോലെ വലിയ വീടുകളിലൊക്കെ വലിയ പൂന്തോട്ടങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ ചെന്ന് ഈ ഗാർഡൻ ഗോൾഡ് ഒക്കെ ഗാർഡൻ ഗോൾഡ് നമുക്ക് 103 രൂപയ്ക്ക് കിട്ടും. നമുക്കത് 120 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഓരോ വീടുകളിൽ ചെന്നിട്ട് ഈ ഗാർഡൻ ഗോൾഡ് ഓരോ ചെടിക്ക് ഇട്ട് കൊടുക്കേണ്ട കാര്യങ്ങളും, അതുപോലെ മണ്ണിന്റെ കൂട്ടിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ ഇത് മേടിക്കും. ഒരു വീട്ടിൽ എങ്ങനെ വന്നാലും ഒരു 10 ഗാർഡൻ ഗോൾഡെങ്കിലും മേടിക്കും. വലിയ പൂന്തോട്ടങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ഓരോ വീടുകളില്, അവിടെ നമ്മൾ ഇത് ഒന്ന് പ്രയോഗിക്കാനായിട്ട് തയ്യാറായാൽ മതി. പിന്നെ ഈ റാപ്പിഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് പലതരത്തിലുള്ള രോഗങ്ങളും കീടങ്ങളുടെ ആക്രമണങ്ങളും ഉണ്ടാകാറുണ്ട്. ഈ ഫംഗസ്, കുമിള്, ബാക്ടീരിയ രോഗങ്ങൾ, ഈച്ച, ചാഴി, പുഴുവർഗത്തിലെ കീടങ്ങളുടെ ആക്രമണങ്ങൾ ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. ചെടിയുടെ ഇലകളിൽ നിന്നും ഫലങ്ങളിൽ നിന്നും നീര് വലിച്ചു കുടിക്കുന്നവയാണ് ഇവയിൽ സാർവത്രികവും കൂടുതൽ നാശകരവും. തൽഫലമായി ഇലകൾ ചുരുണ്ട് ഉണങ്ങിപ്പോകാനിടയാകുന്നു. കൂടാതെ കായ്ഫലവും കുറയുന്നു. നാണ്യവിളകൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ ഇവയിലെല്ലാം കീടങ്ങളുടെ ശല്യം ഉണ്ടാകാറുണ്ട്. ഇതിനെതിരെ ഫലപ്രദമായി പ്രയോഗിക്കാൻ കഴിയുന്ന നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത ഒരു പ്രത്യേക ജൈവ ഉൽപ്പന്നമാണ് റാപ്പിഡ് ഉപയോഗത്തിലൂടെ കിട്ടുന്ന ഗുണങ്ങൾ. ഇത് സ്പ്രേ ചെയ്ത് ഇലകൾക്ക് കീടങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമല്ലാതാവുകയും തന്മൂലം ആക്രമണത്തിൽ നിന്ന് ചെടികളെ രക്ഷ കിട്ടുന്നു. ഒരു നൈസർഗിക ജൈവ ഉൽപ്പന്നമായതുകൊണ്ട് മനുഷ്യർക്കോ ചെടികൾക്കോ
ജന്തുജീവികൾക്കോ പരിസ്ഥിതികൾക്കോ തന്നെ യാതൊരു തരത്തിലുള്ള ദോഷവും ഉണ്ടാവുന്നില്ല. ഇതും സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 4 തുള്ളി മിക്സ് ചെയ്തിട്ട് വേണം സ്പ്രേ ചെയ്യാനായിട്ട്. കൂടെ വേണമെങ്കിൽ സ്പ്രേ മാക്സും കൂടി മിക്സ് ചെയ്യാം. സ്പ്രേ മാക്സ് ആകുമ്പോൾ ഇങ്ങനെ ഒരു ഇലകൾ ഇങ്ങനെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ആ ഇലകളിലേക്ക് ഈ മറ്റു വെള്ളം മഴയോ അല്ലെങ്കിൽ വെള്ളങ്ങളൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ നമ്മൾ ഈ അടിച്ച മരുന്ന് നഷ്ടപ്പെട്ടു പോവില്ല. അതുപോലെ തന്നെ ചെടികളിലേക്ക് ഈ പ്രാണികൾ വന്നിരുമ്പോൾ പ്രാണികൾക്ക് ഈ ഇലകൾ തിന്നാൻ പറ്റൂല. കാരണം അവർക്ക് അത് ഇതിന്റെ ആ ഒരു വാസന കിട്ടുമ്പോഴത്തേക്കും പ്രാണികൾ ഈ ഇലകളിൽ തൊടാതെ മാറിപ്പോകും. ഇത് എല്ലാം ജൈവികമായിട്ടുള്ള സംഭവങ്ങളാണ്. ഓക്കെ, എന്തെന്നാ ഇനി പറയാനുള്ള ഇനി. അപ്പൊ ഒരു ഗാർഡൻ ഗോൾഡ് ഓർഡർ കുറെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വോളിയം കിട്ടും. നമുക്ക് നമ്മുടെ ഹരിത സഞ്ജീവനിയിൽ ഉള്ളത് സോയിൽ ഹെൽത്ത് സ്പെഷ്യല്, RCM, മിലാപ്പ്, സ്പ്രേ മാക്സ്, ഫ്രൂട്ട് സ്പെഷ്യല്, ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റ്, റാപ്പിഡ്, ഡിഫെൻഡ്, ഷുഗർ, ഹരിത സഞ്ജീവനി, അങ്ങനെ പിന്നെ ഇപ്പൊ ആ ഒരു പുതിയ സാധനം കൂടി വന്നിട്ടുണ്ടല്ലോ. ഈ ഡിഫെൻഡ് എന്താന്ന് നോക്കാം. RCM ഡിഫെൻഡ്. ഹരിത സഞ്ജീവനിയിൽ RCM ഡിഫെൻഡ് ഒരു ജൈവ കുമിൾ ബാക്ടീരിയ പ്രതിരോധിയാണ്. സസ്യത്തിന്റെ ആന്തരിക രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ചാണ് ഇത് സാധ്യമാകുന്നത്. സസ്യത്തിന്റെ വേരിൽ പ്രയോഗിച്ചാൽ ആഗിരണം ചെയ്ത് ഇലകളിൽ പ്രയോഗിച്ചാൽ ആഗിരണം ചെയ്ത് വേരിലെത്തുകയും ചെയ്യുന്ന പ്രകൃതമുള്ളതിനാൽ വളരെ വേഗത്തിൽ രോഗത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു. അതിന്റെ പേര് തന്നെ ഡിഫെൻഡ് ആണ്. അപ്പൊ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് ചെടികളിലെ ഇങ്ങനെ ദോഷകരമായിട്ടുള്ളതിനെ മാറ്റാൻ എന്താണ് ഡിഫെൻഡ് ഉപയോഗിക്കാം. ഡിഫെൻഡ് സ്പ്രേ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ: ബയോട്ടിൻ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന മൂലം പ്രതിരോധ ശക്തി കൂടുകയും ചെയ്യുന്നു. കൂടാതെ പോഷക ഘടകങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. എല്ലാത്തരം പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, നാരകം, തെങ്ങ്, കമുക്, ഏലം തുടങ്ങിയവർക്ക് ഫൈറ്റോതോറ മൂലം ഉണ്ടാകുന്ന കേടിന് പ്രതിരോധമാണ്. തക്കാളി, വഴുതന, മുളക് വർഗ്ഗങ്ങൾ തുടങ്ങിയവയെ ബാധിക്കുന്ന ബ്ലൈറ്റ് ഇതിനെ ഫലപ്രദമായി നിയന്ത്രിക്കുന്നു. അതുപോലെ മാതളച്ചെടിയിലെ പൂക്കളും ഇലകളും ചുരുണ്ടുപോകുന്ന കുമിൾ രോഗത്തെ പ്രതിരോധിക്കുന്നു. മുന്തിരി പോലെയുള്ള വള്ളിച്ചെടികളെ ബാധിക്കുന്ന ഡൗണി മിൽഡ്യൂ ഇത് ഫലപ്രദമായി RCM ഡിഫെൻഡ് പൂർണ്ണമായി സുരക്ഷിതമാണ്. ഉപയോഗക്രമം: 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി സ്പ്രേ ചെയ്യുക. 1 ഏക്കറിന് 500 ഗ്രാം എന്ന കണക്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ, ഡ്രെഞ്ചിങ് വഴി മണ്ണിൽ പ്രയോഗിക്കാം. ഗന്ധകം, ബോഡോ മിശ്രിതം എന്നിവയുമായി കലർത്താൻ പാടില്ല. അപ്പൊ വീടുകളിലേക്കാണെന്നുണ്ടെങ്കിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി സ്പ്രേ ചെയ്യുക. അതുപോലെ തെങ്ങിനൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 ഗ്രാം ഒക്കെ മിക്സ് ചെയ്ത് 10 ഗ്രാം ഒരു ബക്കറ്റ് വെള്ളം മിക്സ് ചെയ്ത് ഒരു ബക്കറ്റല്ല, ഒരു 2-3 ബക്കറ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തെങ്ങിന്റെ കടയ്ക്ക് കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ തെങ്ങിൽ വരുന്ന രോഗങ്ങളൊക്കെ തടയാനായിട്ട് സാധിക്കും. അപ്പൊ തെങ്ങിൽ വരുന്ന രോഗങ്ങൾ ഇത് എന്റെ മണ്ട ഇങ്ങനെ പ്രാണി കുത്തി ചെല്ലി കുത്തി തവിട്ടുകൂടി ആയിപ്പോയി. ഞാൻ ആ തെങ്ങ് വെട്ടിക്കളയാന്ന് വിചാരിച്ചതാണ്. കാരണം തെങ്ങ് പോയി കഴിഞ്ഞാൽ അത് നന്നാവില്ല എന്ന് വിചാരിച്ച് ഇരുന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയം ചെയ്ത് ആദ്യത്തെ മാസം ഒഴിച്ചു, 2ാമത്തെ മാസം ഒഴിച്ചു. എന്തിനു പറഞ്ഞു, ആ തെങ്ങ് ഉഷാറായി. ഇപ്പൊ അത് നിറച്ച് തേങ്ങയുണ്ട്, നല്ല ഭംഗിയായിട്ട്, പ്രാണി ശല്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഞാൻ ബാക്കിയുള്ള തെങ്ങിനൊക്കെ ഇതുപോലെ തന്നെ ചെയ്തു. അത് നല്ല ഇതാണ്. പക്ഷെ 500 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 ഏക്കറിലാണ്. നമുക്കിത് നമ്മുടെ വീട്ടിലേക്ക് ഇത് ഒരു പാക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ കുറെ നാളത്തേക്ക് ഉപയോഗിക്കാം.
നല്ലതാണ്. അവിടെ ക്യാമറോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ലതാണ് കേട്ടോ. അതിലൊക്കെ വീട്ടിലെ കൃഷിയൊക്കെ ഇങ്ങനെ ഹരിത സഞ്ജീവനി വെച്ചൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടൊക്കെ പറയാം.